ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസങ്ങളായിരുന്നു. കാരണം അദ്ദേഹം CM ആകണം എന്ന് ഞാൻ അത്രയധികം. അങ്ങനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർത്ത് തരിപ്പണമാക്കിയ റിനി ആൻഡ് ജോർജ് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റിനി ആൻഡ് ജോർജിന് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. അതിന് മുമ്പേ റിനിയുടെ ഒരു പുതിയൊരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ അല്ല, ചെറിയൊരു ബൈറ്റായിട്ട്. അപ്പോൾ വേറൊന്നുമല്ല, കൂവലിന് നമ്മൾ കണ്ടതാണ് സത്യപ്രതിജ്ഞയ്ക്ക് പോയ റിനിയെ കൂവി ഓട്ടിക്കുന്ന UDF പ്രവർത്തകർ. അതിനെതിരെ റിനി ഒരു പ്രതികരണമൊക്കെ നടത്തിയായിരുന്നു ഫേസ്ബുക്കിലൂടെ. അത് UDF പ്രവർത്തകരല്ല കൂവിയത്, UDF പ്രവർത്തകർ അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് UDF പ്രവർത്തകർ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് പിന്നെ നമ്മൾ കണ്ടതാണ് തെളിവും കാര്യങ്ങളൊക്കെ. അതിനകത്തൊരു ലേഡി, ഈ പറഞ്ഞിട്ടുള്ള കട്ട കോൺഗ്രസ്സുകാരിയായിട്ടുള്ളൊരു ലേഡിയാണ്. ഓക്കെ, ഇപ്പം റിനിയെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ രാഹുലിൻ്റെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടിയൊന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, റിനിയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ഞാൻ റിനി ഇട്ടേക്കുന്ന പോസ്റ്റ് വീണ്ടും കരഞ്ഞ് മെഴുകലാണ് റിനിയുടെ ജോലി. മെഴുകി ഇത് എവിടം വരെ പോവും? ഇപ്പോഴും പുള്ളിക്കാരി ചെയ്ത തെറ്റിനെ, പുള്ളിക്കാരിക്ക് പറ്റിപ്പോയൊരു തെറ്റിനെ പറ്റിയിട്ട് പുള്ളിക്കാരി റിഗ്രേറ്റ് ചെയ്യുന്നില്ല. അതാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ പറഞ്ഞതെല്ലാം ശരിയെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ പേര് പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുലിനെതിരെ പരാതിയും കൊടുക്കണം. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? റിനിക്ക് അതിങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെന്ന് പറയുന്ന റിനി രാഹുലിനെതിരെ പരാതി കൊടുക്കുന്നില്ല, രാഹുലിൻ്റെ പേര് പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഒരു ആരോപണം കൊണ്ടിട്ട് ആ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം നശിപ്പിച്ചത്? ഇന്നിപ്പോൾ എം എൽ എ ആയി മത്സരിച്ച് ജയിച്ച് രാഹുൽ ജയിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല, ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. വന്നിരുന്നെങ്കിൽ ഇന്ന് മന്ത്രിയായിട്ടിരിക്കേണ്ട വ്യക്തിയാണ്. വന്നിരുന്നെങ്കിലല്ല, ജയിച്ചു വരും, അത് ഉറപ്പ് തന്നെ. പക്ഷേ ഇപ്പം മന്ത്രിയായിട്ടിരിക്കേണ്ട ഒരാൾ തന്നെയാണ് രാഹുൽ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും റിനിയുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. സത്യപ്രതിജ്ഞയ്ക്ക് വന്നു, എങ്ങനെ നോക്കി കാണുന്നു മൊത്തത്തിൽ പുതിയ VD സതീശൻ സർക്കാരിനെ? അടിപൊളിയായിരുന്നു. സത്യപ്രതിജ്ഞയൊക്കെ ഗ്രാൻഡ് ആയിരുന്നു. ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. വലിയ സംഭവബഹുലമായൊരു സത്യപ്രതിജ്ഞയായിരുന്നു. പിന്നെ VD സതീശൻ സർക്കാരിനെ കുറിച്ച് എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് VD സതീശൻ സാർ. അതുപോലെ എന്റെ MLA കൂടിയാണ്. ഞാൻ കൂടി വോട്ട് കൊടുത്ത് ജയിപ്പിച്ചൊരു CM ആണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, എന്റെ MLA CM ആകുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. അപ്പോ ജനങ്ങളൊക്കെ വലിയ താല്പര്യത്തോടെ എക്സ്പെക്ടേഷനോട് കൂടിയാണ് അദ്ദേഹത്തെ ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അദ്ദേഹം ഉയരും. നല്ലൊരു സർക്കാരായിരിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇപ്പൊ ഒരു പാർട്ടി പ്രവർത്തക പോലും അല്ലാതെ എന്തുകൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് വന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അല്ല, അത് എന്റെ MLA ആയതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആണ്. മാനസികമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ എന്റെ ഒരു പിതാവ് സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പോ എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്ത് CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പല സമയത്തും മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടാണ്. അപ്പോ ഞാനൊരു പറവൂരിയായി എന്നുള്ള നിലയിൽ എന്റെ MLAക്ക് ഉണ്ടായ ഒരു വേദനയിൽ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ എന്റെ MLA CM ആവുമ്പോൾ ഞാൻ അങ്ങനെ പാർട്ടിക്കാരി എന്നുള്ള രീതിയിലല്ല വന്നത്, എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി. ഓക്കെ, ഇത് കേട്ടപ്പോൾ എനിക്ക് സരിതയുടെ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സരിത പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ അച്ഛനെ പോലെയായിരുന്നു. അങ്ങനെ പറഞ്ഞ സരിത പിന്നിൽ നിന്ന് കുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതുപോലെയാണ് റിനിയുടെ ഇതും. VD സതീശൻ സാർ എനിക്ക് ഈ പറഞ്ഞിട്ടുള്ള എൻ്റെ അച്ഛനാണെന്നൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മാത്രം MLA ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ട്, ഇതൊക്കെ എപ്പോഴും പറയേണ്ട കാര്യം എന്താണ്? ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച MLA എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അതുമാത്രമല്ല, ഇതിന് ശേഷം റിനി പറവൂരിൽ VD സതീശന് എതിരായിട്ട് നിന്ന് മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് കൊട്ടിക്കലാശത്തിൽ ചിരിച്ച് കളിച്ച് നിന്ന് പങ്കെടുക്കുന്ന VD സതീശന് തോൽപ്പിക്കാനെ കൊണ്ട് തിരിച്ച് കളിച്ച് നിന്ന് പങ്കെടുക്കുന്ന റിനിയെ നമ്മൾ കണ്ടതാണ്. റിനിയുടെ വീഡിയോ മറുനാടലിലൊക്കെ വന്ന് നമ്മളതൊക്കെ വീഡിയോ ചെയ്തതാണ്. അതിനൊക്കെ ശേഷമാണ് റിനി ഈ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കിനകത്തൊരു പ്രതികരണവുമായിട്ട് വന്നിട്ടുള്ളത്. അത് റിനി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ഇപ്പം VD സതീശൻ്റെ പ്രവർത്തകരും അതുപോലെ ഓപ്പോസിറ്റ് നിന്ന് VD സതീശന് എതിരാളിയായിട്ട് നിന്ന് അയാളുടെ പ്രവർത്തകരും തമ്മിൽ പോകുന്ന വഴിക്ക് അത് മിക്സായി ഇങ്ങനെ ഓപ്പോസിറ്റ് രണ്ട് പാർട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ടൈമിൽ
റിനി അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആരോ എടുത്ത വീഡിയോ ആണെന്നാണ് റിനി പറയുന്നത്. അപ്പം റിനി വി സതീശന് വേണ്ടിയിട്ടാണ് അവിടെ പ്രവർത്തനം ചെയ്തതെന്നാണ് റിനി അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്ക് ആ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ജാഥ മുമ്പോട്ട് പോകുന്നു, റിനിയും മുമ്പോട്ട് പോകുന്നു, ചിരിച്ച് കളിച്ച് നല്ല രീതിയിൽ നല്ല ആഘോഷമാക്കിയിട്ടാണ് അതിൻ്റെ ഇടയ്ക്കൂടെ റിനി കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം എന്തായാലും റിനി പറയുന്ന മൊത്തവും പച്ച നുണയാണെന്ന് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ റിനിയെ കാണും തോറും ഇങ്ങനെ കൂകി വിളിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ബാക്കി കൂടെ കേൾക്കാം. ഒരാൾ കൂടിയാണ്. അപ്പൊ എന്റെ MLA CM ആവുമ്പോൾ ഞാനങ്ങനെ പാർട്ടിക്കാരി എന്നുള്ള രീതിയിലല്ല വന്നത്. എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നത്. ഈ മുഖ്യമന്ത്രി ആവുന്നൊക്കെ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളുടെ ഒടുവിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത്. ആ സമയത്തൊക്കെ ടെൻഷൻ അടിച്ചിരുന്നു മുഖ്യമന്ത്രി ആവുമോ ഇല്ല എന്നുള്ളത്. ഭയങ്കര ടെൻഷനായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. കാരണം നമ്മള് ഏത് സമയത്ത് ഇതിങ്ങനെ വരുമോ, എപ്പോഴായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുന്നതെന്ന് ആലോചിച്ചിട്ട് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അത്രയും ടെൻഷൻ അടിച്ചൊരു ദിവസങ്ങളായിരുന്നു. കാരണം അദ്ദേഹം CM ആകണം എന്ന് ഞാൻ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹം ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം 102 സീറ്റുകൾ നേടി. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു എല്ലാവരുടെയും കൂടി കഠിന പ്രയത്നം തന്നെയാണ്. പക്ഷെ അദ്ദേഹം അതിനകത്തൊരു നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു എനിക്ക് തീർച്ചയായിട്ടും. ഇടയ്ക്ക് കിട്ടില്ല എന്ന് തോന്നിയൊരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങള് കിട്ടിയില്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രമല്ലോ. അപ്പൊ അതിലൊരു വിഷമം ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട്. വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. പറയുന്ന മൊത്തവും പച്ചക്കള്ളമാണെന്ന് അരിയാഹാരം കഴിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നില്ല. വേറെ ഒന്നുമല്ല. കാരണം ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് രാഹുലിൻ്റെ വിഷയം കൊണ്ടിട്ട് ആളി കത്തിച്ചു. യു ഡി എഫിന് അധികാരം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെയാണ് നല്ലപോലെ അറിയാം. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വിഷയമൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് ആയിക്കഴിഞ്ഞാൽ അത് ആ ഒരു പ്രസ്ഥാനത്തിലേക്കുന്ന ഭയങ്കര ഒരു തിരിച്ചടി തന്നെയാണ് അല്ലേ. അപ്പം ഇത്രയും വി സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് ആഗ്രഹിച്ചിരുന്ന റിനി എന്തുകൊണ്ട് അപ്പം ഇലക്ഷൻ സമയം ആവുന്ന സമയത്ത് വി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. പുള്ളി ഈ കഴിഞ്ഞ 10 വർഷം ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളത് യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് പുള്ളിക്ക് ഈ പറഞ്ഞിട്ടുള്ള എങ്ങനെയായാലും പിന്നെ അത് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. മാത്രമല്ല വി സതീശന് കഴിവുള്ള ഒരാൾ തന്നെയാണ്. ജനങ്ങളെ പിന്തുണ കിട്ടുമെന്നും അറിയാം. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇലക്ഷന് തൊട്ട് പുറകെ ഇങ്ങനൊരു വിഷയം കൊണ്ടിട്ട്, ആരോപണം കൊണ്ടിട്ട് രാഹുൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പുറത്താക്കുന്ന സമയത്ത് അവിടെ രാഹുലിന് മാത്രമല്ല ഈ പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ഇടിവ് സംഭവിക്കുന്നത്. രാഹുലിന് മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, ഇത് പാർട്ടിയും കൂടെ ഈ പ്രസ്ഥാനത്തിനെയും കൂടെ അല്ലേ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ പ്രസ്ഥാനത്തിനെ തോൽപ്പിക്കാനും കൂടിയാണ് റിനി അവിടെ നോക്കിയത്. എന്നിട്ട് അവസാനം യു ഡി എഫ് 102 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഒരു കരഞ്ഞ് മെഴുകലുണ്ടല്ലോ, ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച എൻ്റെ മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വരക്കം വന്നല്ലോ. പക്ഷേ എന്താണല്ലോ ഇതിനൊക്കെ എന്താണ് പറയുക. എന്തായാലും റിനിയുടെ ഒരു പോസ്റ്റ് ഞാനിവിടെ പങ്കുവയ്ക്കാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ടോണേ. ഇനി എഴുതിയേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഒരുപക്ഷെ റിനി ആ ആരോപണം കൊണ്ട് ഇട്ടില്ലായിരുന്നെങ്കിൽ രാഹുൽ എന്നൊരു വ്യക്തി ഒരു മന്ത്രിയായിട്ടിരിക്കേണ്ട ആളായിരുന്നു. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ എന്നെ തേജാവധം ചെയ്യുകയും എനിക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ത് കുപ്രചരണങ്ങൾ ഉള്ള കാര്യമല്ലേ പറയുന്നത്. സമൂഹത്തിൽ നടക്കുന്ന പബ്ലിക്കിൽ നടക്കുന്ന സാധനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ആളുകൾ. അല്ലാതെ നിങ്ങളെ തേജാവധം ചെയ്യുന്നല്ലോ. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുമോ, നിങ്ങൾ ആ പേര് പറയുമോ. രാഹുൽ എന്നൊരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളല്ലേ ആ ഒരു ഇൻ്റർവ്യൂ കൊണ്ടിട്ട് ഇങ്ങനൊരു ആരോപണം കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങളത് ആരോപണം ഉന്നയിച്ച് അയാളുടെ ജീവിതം തകർത്ത്, രാഷ്ട്രീയം തകർത്ത്, എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നിട്ട് നിങ്ങളെ പാട്ടിന് പോയി. എന്നിട്ട് നിങ്ങൾക്ക് പരാതിയില്ല, ഒന്നുമില്ല. അത് അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ തെളിവ് പോലും ഇതുവരെ കാണിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാരവനിത എന്ന രീതിയിൽ വൻ തോതിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വ്യക്തമാക്കിയ കാര്യമാണ്, ഞാൻ ഒരു പാർട്ടിയുടെയും അംഗമോ പ്രവർത്തകയോ അല്ല. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക. ഈ റിനി ആൻഡ് ജോർജിൻ്റെ ഫാമിലി ഫുള്ള് കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണെന്നാണ് പറയുന്നത്. പിന്നെ റിനി എങ്ങനെയാണ് ഈ കോൺഗ്രസ്സുകാരി ആവുന്നത്? എന്തുദ്ദേശത്തിലാണ്? ഞാൻ ഒരുപാട് പ്രാവശ്യം വ്യക്തമാക്കിയ കാര്യമാണ്, ഞാനൊരു പാർട്ടിയുടെയും അംഗമോ പ്രവർത്തകയോ അല്ല. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കൊട്ടിക്കലാശ വീഡിയോയിൽ പോയി? നിങ്ങളൊരു പാർട്ടിയുടെ അംഗമോ ഒരു പാർട്ടിയുടെ പ്രവർത്തകയോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വി സതീശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്
വി ഡി സതീശൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ പോയി. എനിക്ക് ശ്രീ വി ഡി സതീശനോടും ഓടുള്ള അടുപ്പം ഒരു പാർട്ടിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. ഓർമ്മ വെച്ച കാലം മുതൽ അറിയുന്നതും കുടുംബ സുഹൃത്ത് എന്ന നിലയിലുമുള്ള അടുപ്പമാണ്. ഇവിടെ റിനിയുടെ അച്ഛൻ ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശൻ്റെ സുഹൃത്ത് ആണെന്നാണ് പറയുന്നത്. അപ്പം ഒരുപക്ഷെ അത് അങ്ങനെ ആയിരിക്കാം ഈ ഒരു വിഷയം ചർച്ചയാവുന്നതും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്കെതിരെ അന്ന് വി ഡി സതീശൻ സംസാരിച്ചതും നിലപാടിൻ്റെ കാര്യമൊക്കെ ഞാനൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ പുറത്താക്കുന്ന കഥകളൊക്കെ അതിലോട്ട് വരാം. വി ഡി സതീശൻ്റെ മാത്രം തീരുമാനമല്ല, ഞാനൊന്ന് വിമർശിച്ചിട്ടുണ്ട് വി ഡി സതീശനെ. പിന്നെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കണം. ഒരാളെ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. ഇത് ഹൈക്കമാൻഡും ഈ പാർട്ടിയിലുള്ള എല്ലാ ആളുകളും കൂടി തീരുമാനമെടുത്തിട്ട് ഒറ്റക്കെട്ടായിട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് രാഹുലിനെ പുറത്താക്കിയത്. ഓർമ്മ വെച്ച കാലം മുതൽ അറിയുന്നതും കുടുംബ സുഹൃത്ത് എന്ന നിലയിലുള്ള അടുപ്പമാണ്. ഈശ്വര തുല്യനായി കാണുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ് ശ്രീ പത്മനാഭൻ എന്ന പദം ഉപയോഗിച്ചത്. ഈശ്വരൻ്റെ കരങ്ങൾ ജനങ്ങൾക്കായി അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന ആഴത്തിലുള്ള സന്ദേശമാണ് ഞാൻ അതിൽ അർത്ഥമാക്കിയത്. അതിനെയും അനാവശ്യമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം പിതാവിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എൻ്റെ മാനസ പിതാവിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഏത് പാർട്ടിയാണെങ്കിലും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ശരികളെ അഭിനന്ദിക്കാനും ഇഷ്ടമാണ്. ഞാൻ ഡൈസൺ മാഷിൻ്റെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനൊരു പാർട്ടിക്ക് വേണ്ടിയും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചരണം നടത്തിയിട്ടില്ല. കൊട്ടിക്കലാശം കാണാൻ പോയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൊട്ടിക്കലാശത്തിന് ഇടയിലൂടെ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന സമയത്തുള്ള ഒരു വീഡിയോ മാത്രമാണത്. ഞങ്ങളത് കണ്ടതാണ്, വ്യക്തമായിട്ട് കണ്ടതാണ്. മുമ്പോട്ട് പോകുന്ന ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തകരുടെ പുറമേ നിന്ന് മുമ്പോട്ട് പോകുന്ന റിനിയാണ് കണ്ടത്. അല്ലാതെ ഇതിൽ പറയുന്ന രീതിയിലൊന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല. ഞാൻ ഒരുപാട് വട്ടം വീഡിയോ നല്ല രീതിയിൽ ഞാൻ ഇട്ട് കണ്ടതാണ്. കൊട്ടിക്കലാശം കാണാൻ പോയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൊട്ടിക്കലാശത്തിന് ഇടയിലൂടെ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന സമയത്തുള്ള ഒരു വീഡിയോ മാത്രമാണത്. എന്നെ കണ്ടപ്പോൾ പലരും വീഡിയോ എടുക്കുകയും പലരും അടുത്ത് വരികയും ഞാൻ അവരോട് എല്ലാം ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അല്ലാതെ ഞാൻ ആർക്കും വേണ്ടിയും മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. ഒരു കലാകാരി, അവതാരിക, മാധ്യമ പ്രവർത്തക എന്നീ നിലയിൽ എനിക്ക് പല നേതാക്കന്മാരുമായിട്ട് പരിചയമുണ്ട്, സൗഹൃദങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഫോട്ടോകൾ എടുക്കുന്നത് വളരെ സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമാണല്ലോ. അതെല്ലാം മറ്റൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു ഗൂഢശ്രമം നടക്കുകയാണ്. എന്നെ മോശക്കാരിയായി ചിത്രീകരിച്ച് പൊതുബോധം സൃഷ്ടിച്ചു എനിക്ക് സാമൂഹ്യ വിലക്ക് ഏർപ്പെടുത്തുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്നതിനെയും ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ആളുകൾക്ക് ഉള്ള ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ആരെയും കയറ്റി വിടാതെ UDFൻ്റെ പ്രവർത്തകർ, നേതാക്കന്മാരെ ഫാമിലി പോലും കയറാത്ത സ്ഥലത്ത് നിങ്ങളെങ്ങനെ വലിഞ്ഞേറിപ്പോയി ഫോട്ടോ എടുത്തെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ വന്ന് സത്യപ്രതിജ്ഞ അലങ്കോലപ്പെടുത്തി എന്ന തരത്തിൽ പോലും വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. കേരളത്തിലെ ഏതൊരു വ്യക്തിക്കും അവിടെ കടന്നു വരാൻ അവകാശമുണ്ടല്ലോ. അവകാശമുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ലല്ലോ പോയത്. നിങ്ങൾ സ്റ്റേജിൻ്റെ അകത്ത് വരെ കയറിയില്ലേ. അപ്പം ആ ഒരു ആക്സസ് ആര് തന്നെന്നൊരു ചോദ്യമാണ് അവിടെ കിടക്കുന്നത്. കേസുകളിൽ അകപ്പെട്ടിരിക്കുന്ന പാർട്ടി പുറത്താക്കിയ വ്യക്തി വന്നതിൽ പോലും ജനാധിപത്യപരമായി തെറ്റാണെന്ന് പറയുകയോ ഞാൻ ഒരു ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്? അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ കോടതി വിധി വന്നതാണല്ലോ. സുപ്രീം കോടതി വിധി എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ടാണ് എൻ്റെ മാത്രം ജനാധിപത്യ അവകാശത്തിന് നേരെ കൂക്കിവിളികൾ ഉയരുന്നത്? അത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ വിവരിച്ചത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കണം, ആ വ്യക്തിയുടെ പേര് പറയണം, തെളിവ് കാണിക്കണം. ഇതൊക്കെയാണ് വേണ്ടുന്നത്. അല്ലാതെ ചുമ്മാ വന്നൊരു ആരോപണം വിളിച്ചു കൂവി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഒരു പാർട്ടിയുടെയോ ഒരു വ്യക്തിയുടെയോ പേരെടുത്ത് ഞാൻ വിമർശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു പാർട്ടിയുടെയോ ഒരു വ്യക്തിയുടെയോ പേരെടുത്ത് ഞാൻ വിമർശിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ഹൂ കേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? നിങ്ങളുടെ ഒരു പാർട്ടിയുടെയോ ഒരു വ്യക്തിയുടെയോ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എങ്ങനെ പുറത്തായി? അതിനുള്ള കാരണക്കാരി ആരായി? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഇതൊക്കെയാണ് ജനങ്ങൾക്ക് കുരു പൊട്ടുന്നത്. വീണ്ടും ന്യായീകരിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വന്ന് ന്യായീകരിച്ചും മെഴുകുന്നതുകൊണ്ടാണ് ജനങ്ങൾക്ക് വീണ്ടും ദേഷ്യം കൂടുന്നത്.
ഞാൻ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ധാർമ്മികമായി ഞാൻ ഇരകളായ പെൺകുട്ടികൾക്കൊപ്പം നിലപാടെടുത്തു. നിശബ്ദരാക്കപ്പെട്ട ഒരു കൂട്ടം സ്ത്രീകളുടെ നിശബ്ദമായി എന്നുള്ളതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഓക്കെ, ഞാൻ എന്തായാലും ഇത്രയും വായിക്കുന്നുള്ളൂ. ഈ കുറേ എസ്സേ പോലെ എന്തായാലും എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിന് ശേഷമാണല്ലോ ഈ പറഞ്ഞിട്ടുള്ള രാഹുലിനെതിരെ പരാതികൾ, അതിജീവിതകൾ വരുന്നത്. റിനി ഇങ്ങനൊരു കാര്യം ഇട്ടുകൊണ്ട് മാത്രമാണ് തൊട്ട് പുറകെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ അരിയാഹരിക്കുന്ന ജനങ്ങൾ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പരാതിപ്പെടുന്നില്ല, തെളിവ് കാണിക്കുന്നില്ല? ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞിട്ടുള്ള ഈ രാത്രി 12:30-ക്കുള്ള ചാറ്റിൻ്റെയൊക്കെ സീക്രട്ട് ചാറ്റിൻ്റെ വിവരങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരെ ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിയിട്ടില്ലല്ലോ, മറുപടി കൊടുത്തിട്ടില്ലല്ലോ.